സുപ്രീം കോടതി ഉത്തരവ് നിയമനിർമ്മാണത്തിലൂടെ മറികടന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചതിൽ പ്രതിഷേധം 2014 ശേഷം ഭരണഘടനാ തത്വങ്ങളെ കാറ്റിൽ പറത്തുകയാണെന്ന് രാജ്യസഭാംഗം എ റഹീം പറഞ്ഞു. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വിധേയമായ നിയമനമാണ് നടന്നത് എന്ന വിചാരമാണ് ജനങ്ങൾക്കുണ്ടാവുകയെന്നും റഹീം മീഡിയ വണ്ണോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം തള്ളിക്കൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് രാജ്യസഭാംഗം എ റഹീമാണ്. സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം തന്നെയാണ് പ്രത്യേക ആദ്യ ഓർഡിനൻസിലൂടെ പിന്നെ നിയമം പാസ്സാക്കിയും മാറ്റിയിരിക്കുന്നത്. ഇത് അന്ന് തന്നെ ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചതാണ്. പാർലമെൻറ്റിൽ ഞങ്ങളുടെ പാർട്ടി പ്രതിപക്ഷ നിരയാകെ വളരെ ശക്തമായി അതിനെതിരെ പ്രതിഷേധിക്കുകയും നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഭാരതീയ ജനതാ പാർട്ടി അവരുടെ ഏജൻസികളാക്കി മാറ്റുന്നു. ഇത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന, ഭരണഘടന നിർദ്ദേശിക്കുന്ന ചില പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ളതാണ് ഓരോ ഭരണഘടനാ സ്ഥാപനങ്ങളും അതത് മേഖലകളിൽ. അത് ഭരണഘടന നൽകുന്ന ഉറപ്പാണ്. ഭരണഘടനാ മൂല്യങ്ങളുടെ സുരക്ഷിതത്വമാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ എടുത്താൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഭരണഘടന അനുശാസിക്കുന്ന നിലയിൽ നടത്താനുള്ള ഭരണഘടനാ ബാധ്യതയാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ ആരൊക്കെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച്, അവരുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്, അവരുടെ ഫ്രീ ആൻഡ് ഫെയർ നിലപാടിനെ സംബന്ധിച്ച് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ തത്വങ്ങളെയും 2014 ശേഷം ഇങ്ങോട്ട് നരേന്ദ്രമോദി ഭരണകാലത്ത് കാറ്റിൽ പറത്തപ്പെടുന്നു എന്നുള്ളതാണ് വളരെ ദൗർഭാഗ്യകരമായ കാര്യം. സുപ്രീം കോടതി ഈ കേസുകളുടെ എല്ലാം പശ്ചാത്തലത്തിലാണ്, പല സന്ദർഭങ്ങളിൽ ഉയർന്നു വന്ന പരാതികളുടെയും സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ചീഫ് ജസ്റ്റിസിൻ്റെ കൂടി സാന്നിധ്യം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞ് വളരെ ചരിത്രപ്രധാനമായ ഒരു വിധി കൊണ്ടുവരുന്നത്. അതിനെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അട്ടിമറിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി പ്ലസ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ രേഖാമൂലമുള്ള എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ BJPക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പൊളിറ്റിക്കലി നിയമിക്കുകയാണ്. ഹരി മുണ്ടൂറിനൊപ്പം പ്രതികരണമാണ് കണ്ടത്.